ലുലുന്ന് മേടിച്ചോണ്ട് വന്ന മീൻ ഇനി ഫ്രിഡ്ജിലിരുന്നാൽ കരുവാടായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നതിനെ കറി വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാവേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയുമാണ് കേട്ടോ ഞാൻ ഈ മീൻ കറിക്ക് ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം ഞാൻ ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ലുലുന്ന് മേടിച്ചുകൊണ്ട് വന്ന മീനിൻ്റെ തല കേട്ടോ. ഇന്ന് ഇതാണ് വെക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് വഴട്ടാനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അപ്പുറത്ത് ഒരു ചട്ടി വെച്ചു. നേരെ മെഴുക്കുവരട്ടിക്കുള്ള കടുകൊക്കെ പൊട്ടിച്ച് ആ കപ്പയ്ക്ക് അങ്ങ് അതിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിന് ഇനി ഒരു ചെറിയ തീയിൽ അടച്ച് വെച്ചേക്കാം. അത് പയ്യെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടികൾ മറന്നുപോയില്ലല്ലോ അല്ലേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. എനിക്ക് വടക്കം പുളിയാണ് ഇഷ്ടം, അതായത് കുടംപുളിയെ. മിക്ക ആൾക്കാരും ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ വാളംപുളിയാണ് ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് മീൻ കറി വെക്കുന്നത്. പിന്നെ മീൻ അനുസരിച്ചിട്ടാണ് ഓരോ മീൻ കറിക്കും ഓരോ മാറ്റമൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ തലക്കറി ഇങ്ങനെ മുളകിട്ട് കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ്. ഇച്ചിരി ചീനിയും കൂടി വേണമായിരുന്നു. ചീനിയൊന്നും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു തട്ടിക്കൂട്ട് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നുമില്ല, 2 പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ തൈരും കൂടി അങ്ങിട്ട് കൊടുക്കാം. അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പുളിശ്ശേരി. ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അതൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ഈ ഒരു പുളിശ്ശേരി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം. ഇതിനെ പുളിശ്ശേരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മോര് കറി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചാറിങ്ങനെ കുറുകിയിരിക്കണം. ഇതിപ്പോൾ ആ കുറുകലായില്ല. ഞാനത് കുറുകി വന്നതിന് ശേഷം കേട്ടോ ഈ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ അല്ലേ?